ഒരു കിടിലൻ സ്കൈഫൈ ഹൊറർ സീരീസ് തന്നെയായിരുന്നു പാരസൈറ്റ് ദ ഗ്രേ. ഇതേ പേരിലുള്ള മാങ്ക സീരീസ് ആയിട്ടുള്ള ദ പാരസൈറ്റിന്റെ ഒരു ലൈവ് ആക്ഷൻ സീരീസ് ആണിത്. ആൻഡ് ഹ്യൂമൻസിനെ കില്ല് ചെയ്തുകൊണ്ട് അവരുടെ ബോഡി ടേക്ക് ഓവർ ചെയ്യുന്ന പാരസൈറ്റ്സും ആൻഡ് അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ ആകെ കാര്യങ്ങൾ മാറി മറിയുന്നതാണ് സീരീസിന്റെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഏകദേശം ഒരു മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ എന്നുള്ള രീതിയിലാണ്. ടോട്ടൽ 6 എപ്പിസോഡുള്ള സീരീസ് നമുക്ക് കാണുമ്പോൾ എവിടെയും അധികം ലാഗ് ചെയ്യാതെ ഉള്ള ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അത്രത്തോളം ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പാരസൈറ്റ്സിന്റെ ഒരു ഉദ്ദേശവും അല്ലെങ്കിൽ ഹ്യൂമൻസിനെ എങ്ങനെ അവർക്ക് ടേക്ക് ഓവർ ചെയ്യാം, അവരുടെ ആ ബോഡി ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് എങ്ങനെ ആ ടോട്ടൽ വേൾഡ് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ചിന്തകളായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളും അതിനിടയിലേക്ക് വരുന്ന ഒരു പാരസൈറ്റ് ഒരു ബോഡി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് സിങ്ക് ചെയ്യാതെ പോവുകയും ആൻഡ് ആ ഒരു ബോഡിയും ആ ഒരു പാരസൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഒക്കെ കാണിച്ചുകൊണ്ടാണ്. കാരണം അവരുടെ ഇടയിലുള്ള ഒരു ഡിലമയൊക്കെ ഇതിന്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടാണ് സീരീസ് പോകുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലയിടത്തൊക്കെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ പാരസൈറ്റ്സ് ഒരു ഹ്യൂമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം അവർ അതിൽ തന്നെ ഹ്യൂമൻസിൽ തന്നെ എത്രത്തോളം ആൾക്കാർ അവരുടെ ലൈഫിൽ തോറ്റുപോയവരുണ്ടാവും, ബട്ട് സ്റ്റിൽ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ളവരുടെ ആ ഒരു മൈൻഡ് സ്ട്രെങ്ത് വളരെയധികം, മെന്റൽ സ്ട്രെങ്ത് അത്രത്തോളം വളരെ ഭയങ്കരമൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് സീരീസിന്റെ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതിന്റെ പല സീനുകളിലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള ഒരു 6 എപ്പിസോഡിൽ നമുക്ക് എവിടെയും അത്രത്തോളം ലാഗ് അനുഭവപ്പെടുന്നില്ല. കാരണം പല ക്യാരക്ടേഴ്സിന്റെയും ഇടയിലുള്ള കുറെ സ്റ്റോറീസ് അവർ ഡീപ്പായിട്ട് അങ്ങനെ അന്വേഷിച്ച് പോകാൻ നിന്നിട്ടില്ല. പറഞ്ഞ കാര്യം അത്രത്തോളം നല്ല വൃത്തിക്ക് അവർ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഒരു ജനർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും പാരസൈറ്റ് ദ ഗ്രേ. ആൻഡ് ഈ സീരീസിന്റെ അവസാനം ഒരു സെക്കൻഡ് സീസൺ എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു ബുക്കിന്റെ ഒക്കെ കുറെ വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ കണക്ഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് അവസാനത്തിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ആൻഡ് എന്റെ സെക്കൻഡ് സീസൺ എന്തായാലും ഈ ഒരു സീരീസിന് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അങ്ങനെയുള്ള ഒരു ലീഡിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. കണ്ടിടത്തോളം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല കിടിലനായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ മേക്കിംഗ് ആയാലും മൊത്തത്തിലുള്ള കാസ്റ്റിന്റെ പെർഫോമൻസ് ആയാലും ആൻഡ് പല സീക്വൻസുകളിലും ഈ സീരീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല സീൻസിലായാലും ശരി ആ ഒരു സീരിയസ്നെസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റുകളൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. സീരീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ടും കാണാം. ഓവറോൾ നല്ല പോസിറ്റീവ് റിവ്യൂസ് ഈ ഒരു സീരീസിന് കിട്ടി വരുന്നുണ്ട്. സോ അൺടിൽ ദെൻ